ഗൈസ് വെൽക്കം ടു മെഡ്ഹെഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇൻട്രൊഡക്ഷൻ ടു ഫാർമക്കോളജിന്റെ പാർട്ട് 2 ആണ്. ഇതിനകത്ത് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുക ADME, ഡൈനാമിക്സും കൈനറ്റിക്സും ആയിരിക്കും കേട്ടോ. രണ്ടും ഒരുമിച്ചായിരിക്കും നോക്കുക. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാൻ പോകുന്നത് കൈനറ്റിക്സ് ആയിട്ടുള്ള ADME ആയിരിക്കും നോക്കുക. സോ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഫാർമക്കോ കൈനറ്റിക്സ്. വാട്ട് ഡസ് ബോഡി ടു ദ ഡ്രഗ് എന്നാണ് പറയുക. ഈ ഫാർമക്കോളജി പഠിക്കുന്ന എല്ലാ ആൾക്കാരും തെറ്റിക്കുന്ന കാര്യമാണ്. ഫാർമക്കോ കൈനറ്റിക്സ് ചോദിച്ചാൽ എന്താ പറയുക, വാട്ട് ഡസ് ബോഡി ടു ദ ഡ്രഗ് എന്ന് തന്നെ പറയണം. ചില ആൾക്കാർ വാട്ട് ഡസ് ഡ്രഗ് ടു ദ ബോഡി എന്ന് പറയാറുണ്ട് കേട്ടോ, തിരിച്ചും പറയാറുണ്ട്, തെറ്റിപ്പോകരുത് കേട്ടോ. സോ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രോസസ്സ് നടക്കുന്നത്, ഡ്രഗിന്റെ പ്രോസസ്സ് നടക്കുക എന്നുള്ളതുമാണ് സിംപ്ലി പറയുവാണെങ്കിൽ. അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റാബോളിസം, എലിമിനേഷൻ. സിംപ്ലി ഇന്റർചേഞ്ച് ദ ബോഡി ആൻഡ് ഡ്രഗ് ടു മേക്ക് എ ഡെഫിനിഷൻ. സോ ബേസിക്കലി ബോഡിയും ഡ്രഗും മാത്രമാണ് ഇവിടെ ബേസിക് പാരാമീറ്റേഴ്സ് കേട്ടോ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡ്രഗ് നമ്മൾ കഴിക്കുന്നു അല്ലേ. നമ്മളിപ്പോൾ ഇവിടെ ഓർലിയാണ് പറയുന്നത്. ഡ്രഗ് നമ്മൾ കഴിക്കുന്നു, കഴിച്ചതിന് ശേഷം നമ്മുടെ വയറ്റിലേക്ക് എത്തുന്നു. വയറ്റിലേക്ക് എത്തിയിട്ട് സ്റ്റൊമക്കെങ്കിൽ സ്റ്റൊമക്ക്, ഇൻഡസ്ട്രിയൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൻ, അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഡ്രഗ് അബ്സോർബ് ചെയ്യുന്നു. അവിടെ നിന്ന് മെറ്റാബോളിസം നടക്കുന്നു, അവിടെ നിന്ന് എലിമിനേഷൻ നടക്കുന്നു. ഇതാണ് സിമ്പിൾ പ്രൊസീജിയർ. ഒന്നും കൂടെ പറയാം. ഡ്രഗ് കഴിച്ചു, ഉള്ളിൽ വന്നു, ഒന്നെങ്കിൽ സ്റ്റൊമക്കോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയനിൽ വെച്ചിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നു, ലിവറിലെ മെറ്റാബോളിസം നടക്കുന്നു ആൻഡ് എലിമിനേഷൻ നടക്കുന്നു. ഇതാണ് സിമ്പിൾ പ്രൊസീജിയർ പറയുവാണെങ്കിൽ കേട്ടോ. ഈ ഒരു ബേസിക് ഐഡിയ മനസ്സിൽ വെച്ചിട്ട് വേണം ഇത് പഠിക്കാനായിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ എന്താണ് അബ്സോർപ്ഷൻ എന്നാണ് നോക്കാൻ പോകുന്നത്. സോ അബ്സോർപ്ഷൻ എന്ന് പറയുമ്പം ഒരുപാട് രീതിയിൽ അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓവർലി ഡ്രഗ് കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പാരന്റലി കൊടുക്കുമ്പോൾ ബേസിക്കലി നമുക്കത് പ്രശ്നമല്ല. അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒരു ഘടകമേ ആവുന്നില്ല, കാര്യം ഡയറക്റ്റ്ലി ബ്ലഡ് സ്ട്രീമിൽ എത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ ബേസിക്കലി നമ്മൾ ഓവർലി ഒരു ഡ്രഗ് കൊടുത്തു കഴിയുമ്പം അത് നമ്മൾ കഴിച്ചതിന് ശേഷം എത്തിയ ഭാഗം, ഇപ്പോൾ വയറാണെങ്കിൽ വയറ്, ഇൻഡസ്ട്രി ആണെങ്കിൽ ഇൻഡസ്ട്രി, അവിടെ നിന്ന് നമ്മളെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ ബ്ലഡിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അബ്സോർപ്ഷൻ റിക്വയർഡ് ആണ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയാം. സോ ഒരുപാട് ഫേസുകളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുപാട് ഡോസേജ് ഫോമുകളുണ്ട്. ഡ്രഗ് അല്ലേ, ഒരുപാട് ഡോസേജ് ഫോം ഉണ്ട്. ഇപ്പോൾ പറയുവാണെങ്കിൽ ടാബ്ലറ്റ്, പൗഡർ, ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ ഒരുപാട് ഫോമുലേഷൻ ഉണ്ട്. ഇനി അത് മാത്രമാണോ, ഈ ഫോമുലേഷൻ തന്നെ ആണെങ്കിലും അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് ഡിഫറെൻ്റ് ആണ്. സോ അബ്സോർപ്ഷനിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം അല്ല, അങ്ങനെ ഒരുപാട് രീതിയിൽ അബ്സോർപ്ഷനിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ നമ്മൾ ഇനി എന്തൊക്കെയാണ് അബ്സോർപ്ഷൻ വരിക എന്നുള്ളതാണ്. ദ ഫേസ്റ്റ് വൺ ഈസ് ട്രാൻസ്പോർട്ട് പ്രോസസ് അക്രോസ് സെൽ മെംബ്രെയിൻ. അതായത് സെൽ മെംബ്രെയിനിലൂടെ എങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. സോ ബേസിക്കലി പാസീവ് ട്രാൻസ്പോർട്ടും ഉണ്ട്, ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ഉണ്ട്. എന്താ പാസീവ് ട്രാൻസ്പോർട്ട്? പാസീവ് ആണ്, അവിടെ നമുക്ക് എനർജിയുടെ ആവശ്യമില്ല എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇവിടെ ഇവിടെ ഡ്രഗ് ഇരിപ്പുണ്ട്. ഈ ഡ്രഗ് എന്ത് ചെയ്യുന്നു, ഇവിടെ ലോവർ കോൺസെൻട്രേഷൻ, ഇവിടെ ഹയർ കോൺസെൻട്രേഷൻ. ദ മൂവ്മെന്റ് ഓഫ് ഡ്രഗ് മോളിക്യൂൾ ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ വിത്തൗട്ട് എനർജി ഈസ് കോൾഡ് പാസീവ് ട്രാൻസ്പോർട്ട്. എനർജിയുടെ ആവശ്യമില്ല. ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് എന്ത് ചെയ്യുന്നു, ഡ്രഗിൻ്റെ മൂവ്മെന്റ് നടക്കുന്നു. ഇതാണ് വിത്തൗട്ട് എനർജി, വിത്തൗട്ട് റിക്വയർമെന്റ് ഓഫ് എനർജി എന്ന് വേണമെങ്കിൽ പറയാം. എനർജി ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഞാൻ തിരിച്ചു ചോദിക്കുക, എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്? ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് എനർജി എടുത്തുകൊണ്ട് മൂവ്മെന്റ് ഓഫ് ഡ്രഗ് മോളിക്യൂളിനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുക. ഓക്കെ, സോ ഈ ട്രാൻസ്പോർട്ടുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന പാർട്ടിക്കിൾ സൈസ് ഡിപ്പെൻഡ് ചെയ്യും, ലിപ്പിഡ് സോലബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ സെൽ മെംബ്രെയിൻ ഡിപ്പെൻഡ് ചെയ്യും, എല്ലാം ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. അതൊക്കെ ഫാക്ടേഴ്സ് ആണ്. ഈ ബേസിക് ആയിട്ട് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്താണ് ആക്റ്റീവ്, എന്താണ് പാസീവ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സോ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എനർജി ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാമ്പിൾ അയോൺസ്, വൈറ്റമിൻ, ഷുഗർ, അമിനോ ആസിഡ്സ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് എൻഡോസൈറ്റോസിസ് ആൻഡ് എക്സോസൈറ്റോസിസ്. സോ ഇവിടെ നടക്കുന്നത് എൻഗൾഫൈങ് ആണ്. സോ അവിടെ പീനോസൈറ്റോസിസ് ഓർ ഫാഗോസൈറ്റോസിസ് എന്ന് പറയാറുണ്ട്. ഇനി പീനോസൈറ്റോസിസ് എന്ന് പറയാ നമ്മൾ സെൽ ഡ്രിങ്കിങ് എന്നാ പറയാ കേട്ടോ. ഫ്ലൂയിഡ് ഓർ പാർട്ടിക്കിൾസ് ആർ എൻഗൾഫ്ഡ് ബൈ എ സെല്ല്. എന്താ ചെയ്യുക, ഫ്ലൂയിഡ്സോ പാർട്ടിക്കിളോ എന്ത് ചെയ്യുന്നു, എൻഗൾഫ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പീനോസൈറ്റോസിസ് എന്ന് പറയാ കേട്ടോ. ദ സെൽ മെംബ്രെയിൻ ഇൻവിജിലേറ്റ്സ് എൻക്ലോസ് ദ ഫ്ലൂയിഡ് ഓർ പാർട്ടിക്കിൾ ദെൻ ഫ്യൂസ് അഗെയിൻ ഫോം എ വെസിക്കിൾ ദെൻ ലേറ്റർ ഡിറ്റാച്ച് ആൻഡ് മൂവ് ദ സെൽ ഇന്റീരിയർ. എനർജി എക്സ്പെൻഡിച്ചർ ഈസ് റിക്വയർഡ്. പീനോസൈറ്റോസിസ്
endocytosis probably play a small role in drug transport except for protein drug. സോ പീനോസൈറ്റോസിസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആദ്യം ഒന്ന് ഫോം ചെയ്യുന്നു, ഡ്രഗ് ഇവിടെ ഉണ്ടാവും, പിന്നെ ഇച്ചിരൂടെ ഫോം ചെയ്യുന്നു, അതിനുശേഷം അത് ക്ലോസ് ആയി അകത്തേക്ക് വരുന്നു, പിന്നെ ഡ്രഗ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്? പീനോസൈറ്റോസിസ് അല്ലെങ്കിൽ ഫാഗോസൈറ്റോസ് നടക്കുക കേട്ടോ. സോ ഇത് മനസ്സിലാക്കി, ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക. നമ്മൾ പറയാൻ പോകുന്നത് ജസ്റ്റ് എൻ്റെ ഫിഗർ ആണ്. എന്താണ് ഫാഗോസൈറ്റോസ്, എന്താണ് പീനോസൈറ്റോസിൻ്റെ ഫിഗർ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾ ബേസിക്കലി ഇവിടെ എന്താണെന്ന് വെച്ചാൽ എൻഡോസൈറ്റോസ്, എക്സോസൈറ്റോസ് എന്താണെന്നുള്ളതും എഴുതിയാൽ മതി. പീനോസൈറ്റോസ് അല്ലെങ്കിൽ ഫാഗോസൈറ്റോസ് അവിടെ നടക്കാറുണ്ട്. ഈ പ്രോസസ്സുകൾ ഇങ്ങനെയാണെന്ന് മാത്രം എന്താ മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതിയായിരിക്കും കേട്ടോ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കാരിയർ മീഡിയേറ്റ് ട്രാൻസ്പോർട്ട്. അതായത് ഇവിടെ ഒരു കാരിയറിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇത് എടുത്തുകൊണ്ട് പോകാനായിട്ട് ഒരു കാരിയർ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഈ carrier molecule in the membrane combine reversibly with the substrate molecule outside the cell membrane and carrier substrate complex diffuse rapidly across the membrane releasing the substrate at the interior surface. അതായത് ഇവിടെ എങ്ങനെ നടക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബേസിക്കലി കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് അത് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ. സോ ബേസിക്കലി ഇവിടെ ഒരു കാരിയറും ഡ്രഗുമായിട്ടൊരു കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ കോംപ്ലക്സ് എന്ത് ചെയ്യുന്നു? അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഇത് റിലീസ് ചെയ്ത് ഡ്രഗ് മോളിക്യൂള് ഡിഫറൻ്റ് ആയി മാറുന്നു എന്നുള്ളതാണ്. ഒരു കാരിയർ സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഈ പോയിന്റ് മറക്കരുത്. കാരിയർ സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, എന്നിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അത് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ നേരത്തെ പറഞ്ഞ കാരിയർ തിരിച്ചു വരും, പുതിയ ഡ്രഗ് എടുക്കാനായിട്ട് തിരിച്ചു വരുവാണ് ചെയ്യുക. അതുപോലെ ഇത് റിവേഴ്സിബിൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോ ഇവിടെ നമുക്ക് എനർജി ആവശ്യമില്ല. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ എഗെയിൻസ്റ്റ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ കനോട്ട് ഒക്കർ. സോ ബേസിക്കലി ഇവിടെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ നടക്കണം എന്ന് നിർബന്ധമില്ല. കാര്യം എന്താണ്? ഇവിടെ കാരിയർ മീഡിയേറ്റ് ആണ്, ഒരാൾ കൊണ്ടുപോയി കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് ആര് വേണമെങ്കിലും ആകാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവിടെ എനർജി എന്ന് പറയുന്നത് നമുക്ക് എനർജി എക്സ്പെൻഡിച്ചറിൻ്റെ ആവശ്യമില്ല, എനർജി അവിടെ യൂസ് ചെയ്യണം എന്നില്ല. കാര്യം എന്താണ്? ഒരാൾ കൊണ്ടുപോയാണ് കൊടുക്കുന്നത്. സോ ബേസിക്കലി അതൊരു പ്രോട്ടീൻ ആകാം, ആര് വേണമെങ്കിലും ആകാം അല്ലെ. ഒരു കാരിയർ മോളിക്യൂൾ ഉണ്ട്, അതെടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഒരു പോയിന്റ് ഉള്ളൂ കേട്ടോ. ഇവിടെ കണ്ടോ, ഈ ഒരു പിക്ചർ കണ്ടോ, ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻ ഉണ്ട്. സോ ഇവിടെ നിന്നാണ് പാസീവ് ഡിഫ്യൂഷൻ നടക്കുന്നുണ്ടോ? നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ പാസീവ് ഡിഫ്യൂഷൻ, ഇവിടെ ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻ, എനർജിയുടെ ആവശ്യമില്ല കണ്ടോ. ഇനി നെക്സ്റ്റ് വരുന്ന വെച്ചാൽ ജസ്റ്റ് ഫിൽട്രേഷൻ ആണ്. നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് ഫിൽട്രേഷൻ ആണ്. സോ ഫിൽട്രേഷൻ എന്ന് വെച്ചാൽ പാരാസെല്ലുലർ സ്പേസിനിടയിൽ കൂടെ ഫിൽട്രേഷൻ നടക്കുന്ന കാര്യമാണ്. നമുക്ക് ജസ്റ്റ് പഠിക്കാം, അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കാം കേട്ടോ. ഇത് പാസീവ് ഡിഫ്യൂഷനും ഫിൽട്രേഷൻ നടക്കുന്ന ഒരു കാര്യം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പിക്ചറാണ് കേട്ടോ. സോ ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് പ്രോസസ് അക്രോസ് സെൽ മെംബ്രെയിൻ പറയുവാണെങ്കിൽ ഈ ഒരു പിക്ചർ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് വൺ ഈസ് പാസീവ് ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്, ബൾക്ക് ട്രാൻസ്പോർട്ട്. നമുക്ക് നോക്കേണ്ട പാസീവ് ആക്റ്റീവാണ് നോക്കേണ്ടത്. പാസീവിന് എനർജി ആവശ്യമില്ല, ആക്റ്റീവ് ആണെങ്കിൽ എനർജി ആവശ്യമുണ്ട്. ഡിഫ്യൂഷൻ നടക്കുന്നു, ഓസ്മോസ് നടക്കുന്നു. ഇവിടെ സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലറി ഡിഫ്യൂഷൻ ആണെങ്കിൽ ഡിഫ്യൂഷനിൽ, ഓസ്മോസ് ആണെങ്കിൽ പാസീവ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ. സോ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. സോ ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പിക്ചർ നന്നായിട്ട് പഠിക്കുക. ഇതിനകത്ത് നിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം എഴുതാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ എന്താണ്, ഇവിടെ നമ്മൾ കാരിയർ വേണമെന്ന് പറഞ്ഞല്ലേ, അവിടെ പ്രൈമറി ട്രാൻസ്പോർട്ടും ഉണ്ട്, സെക്കൻഡറി ട്രാൻസ്പോർട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി ട്രാൻസ്പോർട്ട് ആണെങ്കിൽ എന്താണ്, ഡ്രഗ് യൂസസ് എനർജി മൂവ്മെൻറ്റ് ത്രൂ അയൺ പമ്പ് വിത്ത് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് പമ്പ് ഓർ അയൺ ട്രാൻസ്പോർട്ട് ATPase. ഇവിടെ എന്താ വേണ്ടത്, എനർജി മൂവ്മെൻ്റ് ആണ് ത്രൂ അയൺ പമ്പ്. ഓക്കെ. സോ സെക്കൻഡറി ട്രാൻസ്പോർട്ട് ആണെങ്കിൽ സിംപോർട്ടും ഉണ്ട്, ആൻറ്റിപോർട്ടും ഉണ്ട്. ഓക്കെ, സിംപോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മോളിക്യൂൾ ടു ദ സെയിം ഡിറക്ഷനിൽ മോളിക്യൂൾ പോകും. ആൻറ്റിപോർട്ട് ആണെങ്കിൽ ഒരു മോളിക്യൂൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു മോളിക്യൂൾ അങ്ങോട്ട് പോകും. അങ്ങനെയാണ് കേട്ടോ, രണ്ടും തിരിച്ചു പോകുന്നു. സിംപോർട്ട് ആണെങ്കിൽ സോഡിയം, അമിനോ ആസിഡ്, ഗ്ലൂക്കോസ് ഒക്കെയാണ്. ആൻറ്റിപോർട്ട് ആണെങ്കിൽ സോഡിയം, കാൽഷ്യം ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. ഇനി ബൾക്ക് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ എൻഡോസൈറ്റോസും എക്സോസൈറ്റോസിസും. ഓക്കെ. ഇനി എൻഡോസൈറ്റോസ് ആണെങ്കിൽ ഫാഗോസൈറ്റോസും പീനോസൈറ്റോസിസും. എക്സോസൈറ്റോസ് ആണെങ്കിലോ മോളിക്യൂൾ ട്രാൻസ്പോർട്ട് ടു ഔട്ട്സൈഡ് ഓഫ് ദ സെല്ല്. ഓക്കെ. സോ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ
അടിപൊളിയായിട്ട് പഠിക്കുവാണ്, ഈ ഒരു പിക്ചർ നന്നായിട്ട് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ഐഡിയയും കിട്ടും. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. കാര്യം ഇത് മാത്രം മതി, നമ്മൾ ഇത്രയും പറഞ്ഞതിൻ്റെ ആവശ്യമേ ഇല്ല. ഈ ഒരു ഭാഗം മാത്രം മതി പഠിക്കാനായിട്ട്. ഭയങ്കര സിമ്പിൾ ഭാഗമാണ്, ഈ ഒരു ഇത് മാത്രം പഠിച്ചാൽ മതിയായിരിക്കും കേട്ടോ. സോ നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്ന ബയോ അവൈലബിലിറ്റി ആണ്. സോ നമ്മൾ ഓൾറെഡി ബയോ അവൈലബിലിറ്റി എന്ന് എപ്പോഴും പറയുന്നത്. എന്താ ബയോ അവൈലബിലിറ്റി? ബയോ അവൈലബിലിറ്റി വെച്ചാൽ നമ്മൾ ഒരു ഡ്രഗ് നമ്മൾ കൊടുത്തു കഴിയുമ്പം നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷൻ, അതായത് ബ്ലഡിലേക്ക് എത്ര എമൗണ്ട് വന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ബയോ അവൈലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുക കേട്ടോ. ദ റേറ്റ് ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഡ്രഗ് ഫ്രം എ ഡോസേജ് ഫോം ബയോ അവൈലബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എനി ഡ്രഗ് ഫോർ ഇറ്റ്സ് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ. The more bioavailability will be drug action and less bioavailability means the availability of drug thus is less action. So basically ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം നിങ്ങൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ദ റേറ്റ് ഓഫ് ഡ്രഗ് വിച്ച് ഈസ് അവൈലബിൾ ഇൻ ദ സിസ്റ്റമിക് സർക്കുലേഷൻ ഫ്രം ദ സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇസ് കാൾഡ് ബയോ അവൈലബിലിറ്റി എന്ന് പറയാം. സോ നമ്മൾ എന്താണ് ഒരു ഓറലി നമ്മളൊരു ഗുളിക കൊടുത്തു എന്ന് വെച്ചോളൂ. സോ ഗുളിക കൊടുത്തു കഴിയുമ്പം നമ്മുടെ വയറ്റിൽ കൂടെ ഒക്കെ പ്രോസസ്സൊക്കെ ചെയ്ത് മെറ്റബോളിസം ചെയ്ത് നമ്മുടെ ബ്ലഡിനകത്ത് 50% ഉള്ളൂ. അതിനെയാണ് നമ്മൾ ബയോ അവൈലബിലിറ്റി എന്ന് പറയുക. ഇനി നമ്മൾ IV കൊടുത്തു. IV കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുക? നമ്മുടെ എമൗണ്ട് 100% ബ്ലഡിൽ വരും. അതാണ് അതിൻ്റെ 100% ആണ് അതിൻ്റെ ബയോ അവൈലബിലിറ്റി. ഓക്കെ, ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ ഡ്രഗ് എത്രത്തോളം നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഫാക്ടേഴ്സാണ് പറയാൻ പോകുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബയോ അവൈലബിലിറ്റി: പാർട്ടിക്കിൾ സൈസ്, സോൾട്ട് ഫോം, ക്രിസ്റ്റൽ ഫോർമേഷൻ, വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ, നേച്ചർ ഓഫ് എക്സിപ്പിയൻ, ഡിഗ്രി ഓഫ് അയണൈസേഷൻ, ഫോർമുലേഷൻ ഫാക്ടർ. സോ ബേസിക്കലി എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് മാത്രം പഠിച്ചാൽ മതി. എന്തൊക്കെ ഫാർമക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെയാണ് ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടേഴ്സ് നോക്കിയാൽ മതി. സോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബയോ അവൈലബിലിറ്റി ഞാൻ ഓരോന്നും എടുത്ത് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്കൊന്ന് വായിച്ച് പഠിക്കാം. ഓക്കെ, ബേസിക്കലി ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, എന്നാൽ തന്നെ നമുക്കൊന്ന് വായിച്ചാൽ മനസ്സിലാക്കാന്നേ ഉള്ളൂ. പാർട്ടിക്കിൾ സൈസ് നമുക്ക് എല്ലാവർക്കും അറിയാം. പാർട്ടിക്കിൾ സൈസ് കൂടും തോറും എന്ത് ചെയ്യുന്നു? നമുക്ക് അബ്സോർപ്ഷനിൽ മാറ്റം വരും. സോ അത് നമ്മളെ ബാധിക്കും അല്ലേ. പാർട്ടിക്കിൾ സൈസ് ഗ്രേറ്റർ ആകും തോറും സർഫസ് ഏരിയ എന്ത് ചെയ്യുന്നു? കൂടുകയും അങ്ങനെ ഡിസൊല്യൂഷൻ ഉണ്ടാവാണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇനി സോൾട്ട് ഫോം ആണെങ്കിൽ വീക്കിലി അസിഡിക് ഡ്രഗ് ആണെങ്കിൽ മോർ വാട്ടർ സോല്യൂബിൾ ആണ്. വീക്കിലി അസിഡിക് ഡ്രഗ് ആണെങ്കിൽ ഓക്കെ. സോ ഫ്രീ ആസിഡ് ഡ്രഗ് is precipitated from its salt. It's a microcrystalline form, so they show enhanced bioavailability. ഫ്രീ ആസിഡ് ഡ്രഗ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? അതിൻ്റെ സോൾട്ട് ഫോമിലാണെങ്കിൽ മൈക്രോക്രിസ്റ്റലിൻ ഫോം ആയിട്ടിരിക്കുകയും അങ്ങനെ ബയോഅവൈലബിലിറ്റി കാണിക്കുകയും ചെയ്യുന്നു. സോ അതേപോലെ നാച്ചർ ഓഫ് എക്സിപ്പിയൻ, അതിൽ ഉപയോഗിക്കുന്ന അഡിക്റ്റീവ്സുകൾ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഗ്യാസ്ട്രിക് എംപ്റ്റിഫൈങ് ടൈം, അതായത് നമ്മൾക്ക് പെട്ടെന്ന് നമ്മുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അബ്സോർപ്ഷന് സമയം കിട്ടില്ല. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് പ്രോപ്പർലി അബ്സോർപ്ഷൻ ഉണ്ടാവില്ല. പിന്നെ GI ഡിസീസ്, ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഡയറിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അബ്സോർപ്ഷൻ നമുക്ക് ഫെസിലിറ്റേറ്റ് ആവില്ല, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ നമുക്ക് ഉണ്ടാവില്ല. പിന്നെ ഫുഡിനകത്ത് സബ്സ്റ്റൻസ്, ചില ഫുഡ് കഴിക്കുമ്പം നമുക്ക് പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ എക്സാമ്പിൾ ടെട്രാസൈക്ലിൻ പോലുള്ള ഡ്രഗ് കൊടുക്കുമ്പോൾ മിൽക്ക് കൊടുക്കുകയാണെങ്കിൽ കോംപ്ലക്സ് ഫോം ചെയ്യും, അതൊരുപാട് ബാധിക്കുകയും ചെയ്യും. പിന്നെ ഫസ്റ്റ് പാസ് എഫക്റ്റ്, ചില ഡ്രഗുകൾ ആദ്യമേ ലിവറിൽ വെച്ച് തന്നെ കുറേ ഡ്രഗ് ഡീഗ്രേഡ് ചെയ്യും, അപ്പോൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ അബ്സോർബ് ചെയ്യില്ല. പിന്നെ ഡ്രഗ് ഇൻട്രാക്ഷൻ, ഡ്രഗുകൾ തമ്മിൽ ഇൻട്രാക്ഷൻസ് ഫോം ചെയ്യുകയാണെങ്കിൽ അതും അബ്സോർബ് ചെയ്യാതെ വരിക. സോ നന്നായിട്ട് ഒന്ന് വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെയാണുള്ളത്. സോ നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പറയാൻ പോകുന്നത് എന്താ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ ബോഡിയിലേക്ക്, നമ്മളെ ബ്ലഡ് വെസൽസിൽ ഡ്രഗ് എത്തണമെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഒരുപാട് പാരാമീറ്റേഴ്സ് നോക്കേണ്ട ആവശ്യമുണ്ട്. എന്താണ്? ലിപ്പിഡ് സോലുബിലിറ്റി നോക്കണം, അയോണൈസേഷൻ നോക്കണം, ഫിസിയോളജിക്കൽ pH നോക്കണം. സോ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് അത്യാവശ്യമാണ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ, ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് നമ്മൾ നോക്കണം? ഒന്ന് ലിപ്പിഡ് സോലുബിലിറ്റി, അയോണൈസേഷൻ, ഫിസിയോളജിക്കൽ pH, ഇങ്ങനെയുള്ള ഒരുപാട് പാരാമീറ്റേഴ്സ് നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, സോ നമുക്ക് എത്രത്തോളം എമൗണ്ട് ഓഫ് ഡ്രഗ് നമ്മളെ ബോഡിയിൽ ഡിസ്ട്രിബ്യൂട്ടായി എന്ന് പറയുന്നത് അനുസരിച്ചിട്ടാണ് ബേസിക്കലി ഡ്രഗിൻ്റെ തെറാപ്യൂട്ടിക് എഫിക്കസിയെ ബാധിക്കുക. ഓക്കെ, സോ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മൂവ്മെൻറ്റ് ഓഫ് ഡ്രഗ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് എക്സ്ട്രാ വാസ്കുലർ ടിഷ്യൂ. ഇതാണ് ഡെഫിനേഷൻ. മൂവ്മെൻറ്റ് ഓഫ് ഡ്രഗ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് എക്സ്ട്രാ വാസ്കുലർ ടിഷ്യൂ. ആസ് അബ്സോർപ്ഷൻ ഒക്കേഴ്സ്, അബ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞു, ഡ്രഗ് ട്രാൻസ്ഫർ ടു ദ ബ്ലഡ് റിസൾട്ടിങ് ഇൻ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഇൻ ദ ക്യാപിലറി allowing
filter of drug in the intestinal fluid. The accumulation of drug in intestinal fluid drive into a passive diffusion into tissue and organ. So basically നമുക്കറിയാം നമ്മുടെ ബോഡിയിലേക്ക് ഡ്രഗ് അബ്സോർബ് ചെയ്തു, അതിനുശേഷം നമ്മുടെ ബ്ലഡിലേക്ക് അവൈലബിൾ ആക്കണം. പിന്നെ അത് മാത്രമല്ല കോൺസെൻട്രേഷൻ ഗ്രേഡിയനുസരിച്ച് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ ഈ അബ്സോർപ്ഷൻ എങ്ങനെ നടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു. ടിഷ്യൂ ഓർഗനിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ അവിടെ നമ്മളെ സഹായിക്കുന്ന ഒരു പാരാമീറ്ററാണ് ദ അപ്പാരൻറ്റ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മളെ ഡ്രഗ് ബോഡിയിൽ വന്നു, അത് ഡിസ്ട്രിബ്യൂട്ട് ആവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പാരാമീറ്ററാണ് എന്ത്? അപ്പാരൻറ്റ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. സോ നമ്മൾ കഴിക്കുന്നൊരു ഡ്രഗ് നമ്മളെ ബോഡി ഓർഗൻസിലോ അല്ലെങ്കിൽ നമ്മളെ ബ്ലഡ് പ്ലാസ്മയിൽ എത്രത്തോളം ഡ്രഗിൻ്റെ കോൺസെൻട്രേഷൻ തിയററ്റിക്കലി അവൈലബിൾ ആവുന്നു എന്ന് കാണുന്നൊരു കണക്കാണ് VD അല്ലെങ്കിൽ അപ്പാരൻറ്റ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അത്രയും നമ്മൾ പഠിക്കേണ്ട, കാൽക്കുലേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കാൽക്കുലേഷൻ പറയുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ജസ്റ്റ് കാൽക്കുലേഷൻസ് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ പോയിന്റുകൾ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ അപ്പാരൻറ്റ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ എമൗണ്ട് ഓഫ് ഡ്രഗ് ഡിവൈഡ് ബൈ ഡ്രഗ് കോൺസെൻട്രേഷൻ പ്ലാസ്മ എന്ന് പറയുന്നുണ്ട്. അത് ഇതുപോലെ പഠിച്ചിട്ട് അതുപോലെ അങ്ങ് എഴുതിയാൽ മതിയാകും. അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ മനസ്സിലാക്കുക, അപ്പാരൻറ്റ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു എത്ര എമൗണ്ട് ഓഫ് ഡ്രഗ് നമ്മളെ ബോഡിയിലുണ്ട് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ പ്ലാസ്മ. നമ്മുടെ പ്ലാസ്മയിൽ എത്രത്തോളം മരുന്ന് ഉണ്ടെന്ന് കാണുന്ന അനുസരിച്ചിട്ടാണ് അത് എത്രത്തോളം നമ്മളെ ബോഡിയിൽ നിൽക്കുന്നു, നമുക്ക് എത്രത്തോളം എഫിക്കസി കാണിക്കുമെന്നൊക്കെ തീരുമാനിക്കുന്നത് കേട്ടോ. സോ ഇതാണ് ബ്രെയിൻ കാപ്പിലറിയും യൂഷ്വൽ കാപ്പിലറിയും നമ്മളെ വ്യത്യാസം. സോ ബ്രെയിൻ കാപ്പിലറി ഉണ്ടോ ഭയങ്കര ഇതാണ്, കൺജസ്റ്റഡ് ആണ്. അപ്പോൾ ഡ്രഗിന് കയറി പോകാനുള്ള സ്പേസ് ഭയങ്കര കുറവാണ്. പക്ഷേ നോർമൽ കാപ്പിലറി അങ്ങനെയല്ല, നമുക്ക് ഡ്രഗിന് കയറിപ്പോകാൻ എന്താണ് ഭയങ്കര സ്പേസ് ഉണ്ട്. ഇൻട്രാസെല്ലുലർ സ്പേസ് അല്ലെങ്കിൽ ഇൻട്രാസെല്ലുലർ പോർസ് നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു രണ്ട് ഡിഫറൻസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ബേസിക്കലി ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടിഷ്യൂ ബൈൻഡിങ്, പെർഫ്യൂഷൻ, pH, പെർമിബിലിറ്റി ഒക്കെ ഒരു ഫാക്ടർ തന്നെയാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് റീഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ഹൈലി ലിപ്പിഡ് സോലബിൾ ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ടു ദ ഓർഗൻ വിച്ച് ഹാസ് ഹൈ ബ്ലഡ് ഫ്ലോ ലൈക്ക് ബ്രെയിൻ, ഹാർട്ട്, കിഡ്നി എക്സെട്ര. സോ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ബ്രെയിന്, ഹാർട്ട്, കിഡ്നിയിലൊക്കെ ഹൈലി പെർഫ്യൂഡ് ആണ് അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെസ് വാസ്കുലർ ബട്ട് മോർ ബൾക്കി tissue like muscle, fat take up the drug, plasma concentration fall and drug will withdraw from these site. നമ്മൾ ഇപ്പോൾ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഫാറ്റ് ടിഷ്യൂകൾ അല്ലെങ്കിൽ നമ്മളെ മസിൽസിലൊക്കെ ഡ്രഗിന് പോയിരിക്കാൻ ഭയങ്കര ടെൻഡൻസി കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ ഈ പെർഫ്യൂഷൻ ഉള്ള ഓർഗൻസ് നമുക്കുണ്ടല്ലോ, ഇത് സൈറ്റ് ഓഫ് ആക്ഷൻ ഓഫ് ഡ്രഗ് വാസ് വൺ ഓഫ് ദ ഹൈലി പെർഫ്യൂസ്ഡ് ഓർഗൻ, റീഡിസ്ട്രിബ്യൂഷൻ റിസൾട്ട് ഇൻ ദ ടെർമിനേഷൻ. അതായത് നമ്മൾ ഈ ഡ്രഗ് കൊടുക്കുന്നു, നമ്മുടെ ഈ ഫാറ്റ് മസിലിലൊക്കെ എന്താണ് ഈ ഡ്രഗിന് പോയിരിക്കാൻ ഭയങ്കര ഒരു ഇതുണ്ട്, ഒരു ആഗ്രഹം ഭയങ്കര കൂടുതലാണ്. അപ്പം ഹൈലി ലിപ്പിഡ് സോലബിൾ ഡ്രഗ്സ് അവിടെ പോയിരിക്കുന്നു, ബ്രെയിന്, ഹാർട്ട്, കിഡ്നിയിലൊക്കെ എന്ത് ചെയ്യുന്നു പോയിരിക്കുകയും ചെയ്യുന്നു, ഹൈലി ബ്ലഡ് ഫ്ലോ ഉള്ളടുത്ത് പോയിരിക്കുകയും ചെയ്യുന്നു. അപ്പം ഇഫ് ദ സൈറ്റ് ഓഫ് ആക്ഷൻ ഓഫ് എ ഡ്രഗ് വാസ് വൺ ഓഫ് ദ ഹൈലി പെർഫ്യൂഷൻ ഓർഗൻ, ഇപ്പോൾ ഹൈലി പെർഫ്യൂഷൻ ഓർഗൻ ആയിട്ടുള്ള ഇപ്പോൾ ബ്രെയിനിലോ കിഡ്നിയിലോ ആണ് പോയിരിക്കുന്നതെങ്കിൽ അവിടെ റീഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്നു. റിസൾട്ട് ഇൻ ടെർമിനേഷൻ മീൻസ് അതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടില്ല. ഗ്രേറ്റർ ദ ലിപ്പിഡ് സോലബിലിറ്റി ഓഫ് ഡ്രഗ് ഫാസ്റ്റർ ഇൻ ദ റീഡിസ്ട്രിബ്യൂഷൻ. സോ നമുക്ക് ലിപ്പിഡ് സോലബിലിറ്റി ഉള്ള ഡ്രഗ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കായിട്ട് മനസ്സിലാക്കുക, ഹൈലി ലിപ്പിഡ് സോലബിൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഓർഗൻസ്, ഹൈലി പെർഫ്യൂഡ് ഓർഗൻസിലേക്ക് പോയിരിക്കുന്നു. പിന്നെ അതുമാത്രമല്ല ലെസ് വാസ്കുലർ ബട്ട് മോർ ബൾക്കി ടിഷ്യൂ ലൈക്ക് മസിൽ, ഫാറ്റ് ടേക്ക് അപ്പ് ദ ഡ്രഗ്, പ്ലാസ്മ കോൺസെൻട്രേഷൻ fall and down in withdrawal form of the site. സോ ഇങ്ങനെയുള്ള ഓർഗൻസിൽ പോയിരുന്ന് കഴിയുമ്പോൾ നമ്മുടെ പ്ലാസ്മയിൽ ഡ്രഗിൻ്റെ അവൈലബിലിറ്റി കുറയുവാണ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡ്രഗ് കഴിക്കുമ്പോൾ മസിലിൽ പോയിരിക്കാൻ ചാൻസ് ഉണ്ട്, ഹാർട്ടിൽ പോയിരിക്കാം, ബ്രെയിനിൽ പോയിരിക്കാം, അങ്ങനെ ഫാറ്റിൽ പോയിരിക്കാം. അപ്പോൾ എവിടെ വേണമെങ്കിലും എല്ലാ ഡ്രഗും പോയിരിക്കില്ല, ചില ഡ്രഗുകൾ മാത്രം അങ്ങനെ പോയിരിക്കാം. അപ്പോൾ പ്ലാസ്മയിൽ ഡ്രഗ് ഉണ്ടാവില്ല, കുറയുന്നു, അവൈലബിലിറ്റി കുറയുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു നമുക്ക് ടെർമിനേഷൻ അല്ലെങ്കിൽ ആ ഡ്രഗുകളും ഉപയോഗം ഉണ്ടാവില്ല എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ബൈൻഡിങ് ആണ് കേട്ടോ. Only drugs that are unbound to protein and other compound in the blood are free to diffuse across the cell membrane in the tissue of the body. So basically മനസ്സിലാക്കേണ്ടത് ബൈൻഡിങ് എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ പ്രോട്ടീനെ ബൈൻഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് യൂസ്ഫുൾ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഫ്രീ ആയിട്ട് കിടക്കുവാണ്, ഫ്രീ ഫോമിൽ ചുമ്മാ കിടക്കുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് നമ്മൾ ഒരുപാട് രീതിയിൽ ബാധിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളെ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ഫ്രീ ഫോമിൽ കിടക്കുക, അപ്പോൾ അത് എവിടെ വേണമെങ്കിലും പോയിരിക്കാം,
ഇപ്പോൾ ബ്രെയിനിൽ പോയിരിക്കാം, കിഡ്നിയിൽ പോയിരിക്കാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാസ്മ പ്രോട്ടീൻ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ പ്ലാസ്മയിൽ നമുക്ക് എമൗണ്ട് ഓഫ് ഡ്രഗ് അവൈലബിൾ ആക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീൻ ഇൻ ദ ബ്ലഡ് ദാറ്റ് കൻ അഫക്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ഡ്രഗ് ഇൻക്ലൂഡ് പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ, ആൽഫ 1 ആസിഡ് ഗ്ലൈക്കോപ്രോട്ടീൻ, ലിപ്പോപ്രോട്ടീൻ. സോ നമ്മൾ ബോഡിയിൽ കാണുന്ന പ്രോട്ടീൻസുകളാണ് പ്ലാസ്മ പ്രോട്ടീൻ, ആൽബുമിൻ, ആൽഫ 1 ആസിഡ് ഗ്ലൈക്കോപ്രോട്ടീൻ, ലിപ്പോപ്രോട്ടീൻസും ഒക്കെ കേട്ടോ. സോ ബേസിക്കലി അൺബോund ഫാക്ടേഴ്സ് ഈസ് ഈക്വൽ ടു അൺബോund ഡ്രഗ് കോൺസെൻട്രേഷൻ പ്ലാസ്മ ഡിവൈഡ് ബൈ ടോട്ടൽ ഡ്രഗ് കോൺസെൻട്രേഷൻ പ്ലാസ്മ. സോ ബേസിക്കലി ഈ ഫോർമുല വലിയ ഇമ്പോർട്ടൻസ് ഇല്ല നമുക്ക്, എന്നാൽ ഈ ഫോർമുല നോക്കി വെക്കുക കേട്ടോ. സോ മോർ ബേസിക് ഡ്രഗ് ബൈൻഡ് ടു ലിപ്പോപ്രോട്ടീൻ. ഈ ഒരു പോയിന്റ് നോക്കി വെക്കുക. എന്താണ് മോർ ബേസിക് ഡ്രഗുകൾ എന്ത് ചെയ്യുന്നു? ബൈൻഡ് ടു ലിപ്പോപ്രോട്ടീൻ ആൻഡ് ഗ്ലൈക്കോപ്രോട്ടീൻ. ബേസിക് ഡ്രഗുകൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഗ്ലൈക്കോപ്രോട്ടീൻ, ലിപ്പോപ്രോട്ടീനിലും ബൈൻഡ് ചെയ്യാറുണ്ട്. ആദ്യം മനസ്സിലാക്കുക, ബൈൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീ ഫോം ആണെങ്കിൽ എവിടെയെങ്കിലും പോയിരിക്കും. ഇനി ബേസിക് ഡ്രഗ് ആണെങ്കിൽ ലിപ്പോപ്രോട്ടീനും ഗ്ലൈക്കോപ്രോട്ടീനിലും ബൈൻഡ് ചെയ്യും. ഓൾ ത്രൂ പ്രോട്ടീൻ ആർ ദ മോസ്റ്റ് കോമൺ ബൈൻഡിങ് സൈഡ് വിത്ത് ദ ബ്ലഡ്. സോ പ്രോട്ടീൻസ് ആണ് ബ്ലഡുമായിട്ട് എന്തെന്ന് കൂടുതലും ബൈൻഡ് ചെയ്യുക. ദീസ് ആർ അതർ മോളിക്യൂൾ ഇൻ ദ ബ്ലഡ് ടു വിച്ച് എ ഡ്രഗ് മോളിക്യൂൾ മേ ബൈൻഡ്. സോ ഡ്രഗ് മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? അതിൽ ബൈൻഡ് ചെയ്യാറുണ്ട്. സോ ബൈൻഡിങ് ഒരു ഫാക്റ്റ് ആണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്ന പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് ആണ്. സോ ബൈൻഡിങ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. സോ പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പ്രത്യേകിച്ച് ഡ്രഗിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ അസിഡിക് ഡ്രഗ് ആണെങ്കിൽ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ബൈൻഡ് ടു ആൽബുമിൻ, ബേസിക് ഡ്രഗ് ബൈൻഡ് ടു ആൽഫ 1 ആസിഡ് ഗ്ലൈക്കോപ്രോട്ടീൻ. സോ ഈ 2 പോയിന്റ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ആസിഡ് ഡ്രഗ് ആണെങ്കിൽ പ്ലാസ്മ ആൽബുമിൻ ആണ്, പ്ലാസ്മ ആൽബുമിനും. ബേസിക് ഡ്രഗ് ആണെങ്കിൽ ആൽഫ 1 ആസിഡ് ഗ്ലൈക്കോപ്രോട്ടീനിലുമാണെന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്, എത്ര പെർസെൻറ്റേജ് ആണ് ചെയ്യുന്നുള്ള കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. സോ ഹൈലി പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട് ഡ്രഗ്സ് മോസ്റ്റ്ലി റെസ്ട്രിക്ട് ബൈ വാസ്കുലർ കമ്പാർട്ട്മെന്റ്. കണ്ടോ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതായത് ഹൈലി പ്ലാസ്മ പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? വാസ്കുലർ കമ്പാർട്ട്മെന്റുകൾ റെസ്ട്രിക്റ്റ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിക്കോസ് പ്രോട്ടീൻ ബൗണ്ട് ഡ്രഗ് ഡസ് നോട്ട് ക്രോസ് മെംബ്രെയിൻ. സോ ഈ പ്രോട്ടീൻ ബൗണ്ട് ഡ്രഗുകളാണെങ്കിൽ എന്ത് ചെയ്യില്ല? മെംബ്രെയിൻ ക്രോസ് ചെയ്യില്ല. ബിക്കോസ് ദീസ് പ്രോട്ടീൻ ബൗണ്ട് ഡ്രഗ് ഗോട്ട് ഇൻക്രീസ് ഇൻ ദിയർ സൈസ് ഓഫ് പോർ ഓഫ് ദ മെംബ്രെയിൻ ഈസ് നോട്ട് മച്ച് ലാർജ് ടു അലോ പ്രോട്ടീൻ. അതായത് ഈ പ്രോട്ടീനും ഡ്രഗും കൂടെ ഇരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ സൈസ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ എന്ത് ചെയ്യില്ല? ഇതിനവിടെ കടന്നു പോകാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. ഇനി ഹൈ ഡിഗ്രി ഓഫ് പ്രോട്ടീൻ ബൈൻഡിങ് ജനറലി മേക്സ് ദ ഡ്രഗ് ലോങ് ആക്ടിങ്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്തിരുന്നാലും അത് ലോങ് ആക്ടിങ് ആക്കാറുണ്ട്. കാര്യം എന്തുകൊണ്ടാണ്? കാരണം പെട്ടെന്നൊന്നും മെറ്റബോളിസവും എക്സ്ക്രീഷൻ നടക്കാനായിട്ട് അവൈലബിൾ ആക്കില്ല. അപ്പോൾ ബോഡിയിൽ ഒരുപാട് നേരം ഇങ്ങനെ എന്ത് ചെയ്യുന്നു? തങ്ങി പിടിച്ച് കിടക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല? പെട്ടെന്ന് എക്സ്ക്രീറ്റ് ആവാനുള്ള ഒരു ആക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ്ങർ ഡ്യൂറേഷനും കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. ഈ 2 പോയിന്റ്സ് ആണ്. സോ ഇത് ജസ്റ്റ് ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്, ബൈൻഡിങ്ങിൻ്റെ സൈറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നതും. സോ നെക്സ്റ്റ് ഇസ് ഡ്രഗ് കോൺസെൻട്രേഷൻ ഇൻ ടിഷ്യൂ. സോ എന്നെ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്. സ്കെൽറ്റൽ മസിൽ ആണെങ്കിൽ ഡിജോക്സിൻ, എമെറ്റിൻ, ലിവർ, ക്ലോറോക്വിൻ, ടെട്രാസൈക്ലിൻ, കിഡ്നി, തൈറോയ്ഡ്, ബ്രെയിൻ, റെക്റ്റിന, ഐറിസ്, ബോൺ ആൻഡ് ടീത്ത്, അഡിപ്പോസിഷൻ എന്ന് പറഞ്ഞ കുറച്ച് ഡ്രഗ് കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ അത് നോക്കിയാൽ മതി. ജസ്റ്റ് കുറച്ച് റെഫറൻസും കാര്യങ്ങളുമാണ്, അതൊന്ന് ജസ്റ്റ് കാര്യമായിട്ട് നോക്കിയാൽ മതി. സോ നെക്സ്റ്റ് വൺ ഈസ് മെറ്റാബോളിസം ഓർ ബയോ ട്രാൻസ്ഫോർമേഷൻ. സോ ബയോ ഇൻ ദ സെൻസ് നമുക്കറിയാം ലിവിങ് ഓർഗാനിസം. ട്രാൻസ്ഫോർമേഷൻസ് എന്താണ്? കൺവേർഷൻ, അല്ലെങ്കിൽ എന്തോ ഒരു സാധനം മാറുന്നു എന്നുള്ളതാണ്. സോ അത് എന്നോട് അടക്കുന്നത്. സോ ബേസിക്കലി ബയോ ട്രാൻസ്ഫോർമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഡ്രഗ് മെറ്റബോളൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ മെറ്റബോളൈസ് എങ്ങനെ ചെയ്യാം? ഓക്സിഡേഷൻ ആകാം, റിഡക്ഷൻ ആകാം, ഹൈഡ്രോളിസിസ് ആകാം, ഹൈഡ്രേഷൻ ആകാം, കോൺജുഗേഷൻ ആകാം, കണ്ടൻസേഷൻ ആകാം. സോ ഇത് ഏത് വേണമെങ്കിലും ആകാം. ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഹൈഡ്രേഷൻ, കണ്ടൻസേഷൻ എന്ത് വേണമെങ്കിലും ആകാം എന്നുള്ളതാണ്. കൂടുതലും മെറ്റബോളിസം നടക്കുന്നത് എവിടെയാണ്? ലിവറിലാണ് ഏറ്റവും കൂടുതൽ നടക്കുക, ഏകദേശം എല്ലാ ആൾക്കാരിലും. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എക്സാമ്പിൾ ലിവർ ഡിസീസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ മെറ്റബോളിസം റേറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര അവർക്ക് കുറവായിരിക്കും. കാര്യം എന്താണ്? ലിവർ ഡാമേജ് ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം എല്ലാ ഡ്രഗും കഴിക്കുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ പാരസെറ്റമോൾ കഴിക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഹെപ്പറ്റോക്സിറ്റി ഉണ്ടാവാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഒരുപാട് കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലിവറിൽ ഉണ്ടാകുന്ന ഡാമേജ് ആണ്, ലിവർ സെൽസിൽ ഉണ്ടാകുന്ന ഡാമേജ് ആണ്.
അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ലിവറിനകത്ത് ഒരുപാട് എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസ് ഒക്കെയാണ് നമുക്ക് ഈ മെറ്റബോളിസത്തിന് വേണ്ടി നമുക്ക് ഒരുപാട് സഹായിക്കുന്നത് കേട്ടോ. സോ അതൊക്കെ ജസ്റ്റ് ബേസിക് കാര്യങ്ങളാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് മെറ്റബോളിക് റേറ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യുക. ഒന്ന് ജനറ്റിക് ഫാക്ടർ, കോ എക്സിസ്റ്റിംഗ് ഡിസോർഡേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഫെയിലിയർ, ഡ്രഗ് ഇൻട്രാക്ഷൻ ഒക്കെയാണ്. സോ ബേസിക്കലി നമുക്ക് പ്രൈമറി സൈറ്റ് ഓഫ് ഡ്രഗ് മെറ്റബോളിസം എന്ന് പറയുന്നത് ലിവർ തന്നെയാണ്. പിന്നെ കിഡ്നി, ഇൻഡസ്ട്രീൻ, ലങ്സ്, പ്ലാസ്മയാണ്. സോ ബയോ ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് ഇനാക്ടിവേഷൻ ഓഫ് ഡ്രഗ് ഇനാക്റ്റീവ് ആവുക, അല്ലെങ്കിൽ ആക്റ്റീവ് മെറ്റബോളൈറ്റ്സ് ഫ്രം ആക്റ്റീവ് ഡ്രഗ്, ആക്റ്റീവ് മെറ്റബോളൈറ്റ്സ് എന്ത് ചെയ്യുക, ആക്റ്റീവ് ഡ്രഗിൽ നിന്ന് കിട്ടുക, അല്ലെങ്കിൽ ആക്ടിവേഷൻ ഓഫ് ഇനാക്റ്റീവ് ഡ്രഗ് എന്ത് ചെയ്യുക, ആക്റ്റീവ് ആവുക. ഈ 3 കാര്യമാണ് ബയോ ട്രാൻസ്ഫോർമേഷൻ നടക്കുക. ഈ 3 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ച് വെക്കുക. എന്താണ് 3 കാര്യം? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. ഒന്ന് ഇനാക്ടിവേഷൻ ഓഫ് ഡ്രഗ്, ഒന്ന് ആക്ടിവേറ്റ് മെറ്റബോളൈറ്റ് ഫ്രം ആക്റ്റീവ് ഡ്രഗ്, ഒന്ന് ആക്ടിവേഷൻ ഓഫ് ഇനാക്റ്റീവ് ഡ്രഗ്. ഈ 3 കാര്യം മറക്കരുത്. സോ ഫേസ് 1 മെറ്റബോളിസവും ഫേസ് 2 മെറ്റബോളിസം ഞാൻ കോളം തിരിച്ച് കൊടുത്തിട്ടുണ്ട്. സോ ഫേസ് 1 ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഹൈഡ്രോളിസിസ് റിയാക്ഷൻ. സോ ഫേസ് 1 റിയാക്ഷൻ കൺവേർട്ട് എ പാരന്റ് ഡ്രഗ് ടു മോർ പോളാർ മെറ്റബോളൈറ്റ് ബൈ അൺമാസ്കിംഗ് ഓർ ഇൻസേർട്ടിംഗ് എ പോളാർ ഫംഗ്ഷൻ. സോ ബേസിക്കലി ഫേസ് 1 റിയാക്ഷനുകളിൽ ഇതുപോലെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH, SH, NH2 ഒക്കെ വന്ന് അറ്റാച്ച് ചെയ്യാറുള്ളത്. സോ ഫേസ് 2 മെറ്റബോളിസം ഉണ്ട്, ഗ്ലൂക്കറോണേഷൻ, അസറ്റൈലേഷൻ, സൾഫനേഷൻ റിയാക്ഷൻസ് ഒക്കെയാണ്. അവിടെ ഗ്ലൂക്കോണേറ്റ്, അസറ്റേറ്റ്, സൾഫേറ്റ് ഒക്കെയാണ് റെസ്പെക്റ്റീവ്ലി അറ്റാച്ച്മെന്റുകൾ നടക്കാറുള്ളത്. സോ ഇത് അങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതിന് ജസ്റ്റ് വായിച്ചു വെക്കുക, എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത് മാത്രം ഒന്ന് വായിച്ചു വെക്കുക. അപ്പം നമുക്ക് മെഡിസിനൽ കെമിസ്ട്രിയിൽ അത്യാവശ്യം നമ്മൾ ഫേസ് 1 റിയാക്ഷൻ, ഫേസ് 2 റിയാക്ഷൻസ് അധികം പഠിക്കുന്നുള്ളത് കൊണ്ട് നമുക്ക് അവിടെ കൂടുതലും ഫോക്കസ് ചെയ്യാം. സോ ഇവിടെ ബയോ ട്രാൻസ്ഫോർമേഷൻ്റെ ഓരോന്നും എങ്ങനെ നടക്കുന്നത് ഞാൻ എടുത്ത് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇത് നോക്കാം. സോ ബയോ ട്രാൻസ്ഫോർമേഷൻ ഫേസ് 1 ആൻഡ് ഫേസ് 2 ആണ്. നോൺ സിന്തറ്റിക് ആൻഡ് സിന്തറ്റിക് റിയാക്ഷൻസ് എന്ന് പറയാം. റിഡക്ഷൻ എന്ന് വെച്ചാൽ കൺവേർഷൻ ഓഫ് ഓക്സിഡേഷൻ and involves cytochrome P450 enzyme working in opposite direction. ആൽക്കഹോൾ, ആൽഡിഹൈഡ്, ക്യുനൈൻ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ റിഡക്ഷൻ നടക്കുന്നു എന്നുള്ളതാണ്. കൺവേർഷൻ ഓഫ് ഓക്സിഡേഷൻ ആണ് അല്ലേ. നെക്സ്റ്റ് ഹൈഡ്രോളിസിസ് ആണ്. ദിസ് എ ക്ലീവേജ് ഓഫ് ഡ്രഗ് മോളിക്യൂൾ ബൈ ടേക്കിംഗ് എ വാട്ടർ മോളിക്യൂൾ. ഓക്കെ, ക്ലീവേജ് ആണ് ഇവിടെ നടക്കുന്നത്. സോ നെക്സ്റ്റ് ഇസ് ക്രിസ്റ്റലൈസേഷൻ ആണ് കേട്ടോ. ക്രിസ്റ്റലൈസേഷൻ എന്താണ്? റിംഗ് ഫോമിംഗ് ഓഫ് എ റിംഗ് സ്ട്രക്ചർ. നെക്സ്റ്റ് ഇസ് ഡീസൈക്ലൈസേഷൻ ആണ്. എന്താണ്? ഓപ്പണിംഗ് ഓഫ് ദ റിംഗ് സ്ട്രക്ചർ ആണ് ഇവിടെ നടക്കുന്നത്. സോ നെക്സ്റ്റ് ഇസ് ഫേസ് 2 ഗ്ലൂക്കോറേറ്റ് കോൺജുഗേഷൻ. ഇവിടെ നെക്സ്റ്റ് ഇസ് അസറ്റൈലേഷൻ. സോ ഗ്ലൂക്കോറേറ്റ് കോൺജുഗേഷനിൽ ഇവിടെ നടക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നടക്കുന്നത് വെച്ചാൽ UDP, അതായത് എന്താണ്, ക്യാരിഡ് ഔട്ട് ബൈ ഗ്രൂപ്പ് ഓഫ് UDP. എക്സാമ്പിൾ ക്ലോറാംഫെനിക്കോൾ, ആസ്പിരിൻ, പാരസ്റ്റമോൾ ഒക്കെയാണ് എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ ഈസ് അസറ്റൈലേഷൻ ആണ്. അസറ്റൈലേഷൻ വെച്ചാൽ കോമ്പൗണ്ട് ഹാവിംഗ് അമിനോ ഓർ ഹൈഡ്രസീൻ ആണ്. സോ അസറ്റൈലേഷൻ വെച്ച് എന്താണ്? ഇവിടെ നമുക്ക് കോമ്പൗണ്ട് ഹാവിംഗ് അമിനോ ഓർ ഹൈഡ്രസിൻ റെസിഡ്യൂ ആർ കോൺജുഗേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അസറ്റൈൽ കോ എൻസൈം എ. അസറ്റൈൽ കോ എൻസൈം എയുമായിട്ട് എന്ത് ചെയ്യുന്നു? കോൺജുഗേറ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ സൾഫോണമൈഡ് ആണ്. നെക്സ്റ്റ് മീത്തൈലേഷൻ ആണ്. ഇവിടെ എന്താണ്? അമീൻ അല്ലെങ്കിൽ ഫീനോൾ ക്യാൻ ബി മീത്തൈലേറ്റഡ്. അവിടെ മീത്തൈലേറ്റ് ചെയ്യുന്നു. മെത്തനോമൈൻ ഓർ സിസ്റ്റീൻ ആക്ട് ആസ് എ മീത്തൈൽ ഡോണർ. സോ അതാണ് മീത്തൈലേഷൻ. ആൻഡ് സൾഫേറ്റ് കോൺജുഗേഷൻ ഉണ്ട്. എന്താണ്? ഫിനോളിക് കോമ്പൗണ്ട്സും സ്റ്റിറോയിഡ്സും നിന്നു സൾഫേറ്റ് ബൈ സൾഫോ ട്രാൻസ്ഫറേസ്. എന്താണ്? സൾഫേറ്റ് ചെയ്യുന്നു. എന്തായിട്ട്? സൾഫോ ട്രാൻസ്ഫറേസ് ഉപയോഗിച്ചുകൊണ്ട്. നെക്സ്റ്റ് ഇസ് ഗ്ലൈസിൻ കോൺജുഗേഷൻ ആണ്. സോ ഇവിടെ ഗ്ലൈസിൻ കോൺജുഗേഷൻ, പിന്നെ ഗ്ലൂട്ടത്തൻ കോൺജുഗേഷൻ ആൻഡ് റൈബോ ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് സിന്തസിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഈ ഒരു കോളം നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. ഇത് വെച്ച് മാത്രം എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എക്സാമിന് ആ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഏകദേശം കിട്ടും. പിന്നെ ഓൾറെഡി ഫേസ് 1 ഫേസ് 2 റിയാക്ഷൻ മെഡിസിനൽ കെമിസ്ട്രിയിലും പഠിക്കുന്നത് കൊണ്ട് നമുക്ക് അത്രയുടെ ഫോക്കസ് ഇല്ല. അതും കൂടെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഏകദേശം എളുപ്പം തോന്നും. സോ ഇത്രയേ ഉള്ളൂ. ഇച്ചിരി പാടാണ്, നന്നായിട്ട് വായിക്കുക. ബ്രീഫ് നോട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്, അതും കൂടെ നന്നായിട്ട് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ബേസിക് ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് കാണാം. ബൈ.